ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് വീണ്ടും കിൽക്കുണ്ടിലേക്ക് പോവാണ് കേട്ടോ. അതായത് എന്താണുള്ളത് ഞാൻ ലാസ്റ്റ് വരെ പറയൂല, വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ കുട്ടികളൊക്കെ റെഡി ആയിട്ട് പെട്ടെന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഓർക്ക് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകണത് തന്നെ. നല്ല ത്രില്ലുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ വീഡിയോ കണ്ടാൽ എന്തായാലും കാണാം. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി പോവുകയാണ്. ഞങ്ങളെല്ലാവരും കാറിലാണ് കേട്ടോ പോണത്. കുറച്ച് ആൾക്കാർ ബൈക്കിലും കുറച്ച് ആൾക്കാർ കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ കിൽക്കുണ്ടക്ക് പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ കിൽക്കുണ്ടത്തെ വീട്. നമ്മൾ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് പോയാലേ ഞാൻ പറഞ്ഞ സ്ഥലം എത്തും കേട്ടോ. നിങ്ങൾക്ക് കാണാം. ാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി പോണത്. അപ്പോൾ ചെറിയ വഴിയൊക്കെയാണ്, നമ്മളിങ്ങനെ നടക്കണ വഴിയാണ്, അല്ലാതെ റോഡ് കാര്യങ്ങളൊന്നും ഇല്ല ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളായിട്ടൊക്കെ നടന്ന് പോവാണ് കേട്ടോ. നല്ല നേച്ചർ, നല്ല രസമുള്ള നേച്ചറൊക്കെ തന്നെയാണ് ഇവിടെ. അപ്പോൾ പോണ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ കാണുന്നത് നമ്മളെ കുട്ടിക്കിണർ. ഞങ്ങൾ ഇവിടെ നിന്നാണ് മോട്ടർ അടിച്ച് ടാങ്കിലേക്ക് വെള്ളം കയറ്റൽ. മഴക്കാലത്തിലൊന്നും ഇവിടെ വരാൻ പറ്റില്ല. അതായത് അങ്ങനത്തെ സ്ഥലം ആയതുകൊണ്ട് നമുക്കിവിടെ എന്തായാലും നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വല്ലാത്ത മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, എന്നാലും അത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങി പോവാണ് കേട്ടോ. മഴക്കാലത്ത് എന്തായാലും ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ പോകുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതായത് കുട്ടികളെ പിടിച്ച് പോകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. എന്നാൽ സ്ഥലം കാണുമ്പോൾ ആ റിസ്ക്കൊന്നും നമുക്ക് വലിയ വിഷയമായിട്ട് തോന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും എവിടെ പോകാനെന്നുള്ളത്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇവിടെ നല്ല ഭംഗിയുള്ള നേച്ചറാണ് കേട്ടോ. നിങ്ങളെന്തായാലും ഈ കർണാടക ഷിവമോഗ ഡിസ്ട്രിക്റ്റായിട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തന്നെ പോകണം. നല്ല രസമാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു അഡ്വെഞ്ചറസ് വൈബായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ പോകുമ്പോൾ തന്നെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല. ഒറ്റയ്ക്ക് വരുമ്പോൾ കുറച്ച് ചെറിയ പേടിയൊക്കെ ആവും. കൂടെ ആൾക്കാരുണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ. തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിലാണ് ഇവിടേക്കൊക്കെ വരാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. ഫൈനലി ഞങ്ങളെ സ്ഥലം എത്തി. ഞങ്ങൾ ഈ വഴിക്കൂടാണ് കേട്ടോ പോണത്. കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായാലും ഓർക്ക് ഇഷ്ടമാണല്ലോ ഈ സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ ഓരോന്ന് ചില്ല് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരും ഓരോ കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ് കേട്ടോ. അതായത് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അട്ട എന്തെങ്കിലും കയറും വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. നല്ല പേടിയുള്ള ആൾക്കാരുണ്ട്, പേടിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി പതുക്കെ നടക്കണുള്ളൂ കേട്ടോ.
റീസൺ തന്നെ കുളിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതായത് കുട്ടികൾക്കൊക്കെ നല്ല പൂതിയാണ് സ്വിം ചെയ്യാനും കളിക്കാനും ഒക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ പൂതി എന്തായാലും നമ്മൾ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ ഓരായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചില്ല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, നമ്മളെ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ, നല്ല രസമുണ്ടാവും. ജോയിൻറ്റ് ഫാമിലി ഉള്ളവർക്ക് അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഇതൊക്കെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. മോനിവിടെ എത്തിയപ്പോൾ വെള്ളത്തിലിറങ്ങാൻ നല്ല പൂതിണ്ട് കേട്ടോ. മോൻ അതായതുകൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഞാനും കുറച്ച് ആൾക്കാരും എൻ്റെ മോനൊക്കെ ഈ പാറത്തിൻ്റെ മേലെ ഇരുന്ന് കാണാണ് കേട്ടോ. ഇവരൊക്കെ നല്ല ചില്ല് ചെയ്ത് നല്ല രസത്തിൽ കളിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നിയാലും പക്ഷേ ഇറങ്ങാൻ പറ്റൂല, കുട്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരു മൂഡ് ഓഫാണ് കേട്ടോ. അതായത് വെള്ളത്തിൽ നിന്ന് വേഗം നീപ്പിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ബേജാറായി. പക്ഷേ നമ്മൾ ഇരുട്ടാവണ മുന്നേ എന്തായാലും എത്തണം. നമുക്കത്ര ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എന്തായാലും നേരത്തെ എത്തണം എന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ പിടിച്ച് വലിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ മൃഗങ്ങളൊന്നും അങ്ങനെ ഇല്ല, പക്ഷേ എന്തായാലും പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളായിട്ട് നടക്കുമ്പോൾ ഒരു പേടി തന്നെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. ബൈ.